അതിപുരാതനമായ അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇടം നേടിയ അതിപുരാതനമായ ഒരു ചർച്ചിലേക്കാണ് നമ്മുടെ യാത്ര. അതായത് അങ്കമാലി മഞ്ഞപ്പുറ ഏരിയയിലെ തട്ടുപാറ ചർച്ചിലേക്കാണ് നമ്മുടെ ഈ ഇന്നത്തെ ഒരു യാത്ര. ക്രിസ്തു ശിഷ്യനായ തോമസ് ലീഹയുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ ഒരിടം കൂടിയാണ് നമ്മുടെ ഈ ചർച്ച്. പുരാതന കാലം മുതലേ ഏറ്റവും പഴക്കം ചെന്ന ചർച്ചും കൂടിയാണ് നമ്മുടെ ഈ ഒരു തട്ടുപാറ ചർച്ച്. ശരിക്കും പറഞ്ഞാൽ മലയാറ്റൂരിൻ്റെ ആ ഒരു പ്രതീതി തന്നെയാണ് ഈ ഒരു ഇടത്തിലേക്കുള്ള ഒരു വഴിയും കൂടി പറയാം. പ്രത്യേകിച്ച് ശരിക്കും കുത്തനെയുള്ള കയറ്റങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവപ്പെട്ട ഒരു ഇടം കൂടിയാണ് നമ്മുടെ ഈ ചർച്ച്. നമുക്ക് രണ്ട് തരത്തിലേക്ക് വരാം. നമുക്ക് വേണമെങ്കിൽ അയ്യമ്പുഴ റൂട്ട് വരാം, അല്ലെങ്കിൽ മഞ്ഞപ്പുറയിൽ നിന്ന് ചുള്ളി റൂട്ടിലേക്ക് കൂടി വരാം. ചുള്ളി റൂട്ടിൽ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു കുരിശിൻ്റെ വഴി കൂടെ മുകളിലേക്ക് കുത്തനെയുള്ള കയറ്റം കൂടി വരുന്നത്. അപ്പോൾ കുരിശിൻ്റെ ആ താഴത്ത് വരെ നമുക്ക് വണ്ടി കാര്യങ്ങൾ എത്തുള്ളൂ. നമ്മൾ അയ്യമ്പുഴ ഭാഗത്ത് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു മേളിൽ വരെ നമുക്ക് കാറും കൊണ്ട് പോവാം, ബൈക്കും കൊണ്ട് പോവാം. ശരിക്കും പറഞ്ഞാൽ അധികം ആരും വരാത്ത, എന്നാൽ ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം പയ്യെ വർദ്ധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പള്ളിയിൽ ശരിക്കും മാസത്തിലാണ് തുറക്കാറുള്ളത്, അല്ലെങ്കിൽ നോമ്പ് കാലങ്ങളിലൊക്കെ ഡെയിലി തുറക്കും, മാസങ്ങളിലും തുറക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാ ദിവസവും തുറക്കുന്നുണ്ട് രാവിലെ. ഒരു കാടിൻ്റെ ഭാഗത്താണ് നമ്മൾ ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തോമസ് ലീഹയുടെ അതിപുരാതനമായ ആ ഒരു കാൽപ്പാടും അതുപോലെ തന്നെ അദ്ദേഹം വിശ്രമിച്ച ആ ഒരു ഗുഹയും പിന്നെ തിരുവിതാംകൂർ ദേവസ്വം അവർക്ക് കൊടുത്തൊരു രാജമുദ്രയും എല്ലാം നമുക്കിവിടെ കാണാം. പിന്നെ മഴയായ കൊണ്ടാണ് നമുക്ക് ആ ഗുഹയുടെ ആ ഭാഗത്ത് നമ്മൾ കയറാതിരുന്നത്. എന്തായാലും ഇനി അവിടുത്തെ കാഴ്ചകളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ ഈ കാണുന്ന ഒരു വഴി കൂടിയാണ് നമ്മൾ ശരിക്കും പള്ളിയിലേക്ക് പോകുന്നത്. അങ്ങോട്ട് അവിടം വരെ നമുക്ക് വണ്ടി കയറും. പിന്നെ ശരിക്കും ഫാമിലിയായിട്ട് വരുന്നവർ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ഈ വഴി കൂടി തന്നെയാണ്. മറ്റു വഴിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തനെ കയറ്റുന്നതാണ്, അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടായിക്കുള്ളൂ. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഇത്തിരി നമ്മൾ സൂക്ഷിക്കണം, കാരണം നല്ല രീതിയിൽ പാറക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തെന്നലും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തോമസ് ലീഹയുടെ കാൽപ്പാദവും അതുപോലെ തന്നെ നമ്മുടെ ഗുഹയും കാണിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വടിക്കലായിക്കുള്ളൂ, കാരണം നല്ല മഴയാണ്, അതുകൊണ്ടാണ് അത് എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ എന്തായാലും എല്ലാ സമയത്തും വരുമ്പോൾ സൂപ്പറാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറും, നമുക്ക് പള്ളിയിൽ പ്രാർത്ഥിച്ചിരിക്കുക, നല്ലൊരു എല്ലാം കൊണ്ട് അടിപൊളി തന്നെയാണ്. പിന്നെ മഴക്കാലത്ത് നമ്മൾ സൂക്ഷിക്കണം. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ടൂറ് പോലെ നമ്മൾ ഇവിടെ വരരുത്, കാരണം ഇതൊരു ആരാധനാലയമാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ റെസ്പെക്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ പള്ളിയിരിക്കുക, പള്ളിയിലെ കാര്യങ്ങൾ നമ്മൾ നോക്കുക, പ്രാർത്ഥിക്കുക, നമുക്ക് നല്ലൊരു മനസ്സമാധാനവും കാര്യങ്ങളും നമുക്ക് കിട്ടും. പിന്നെ ശരിക്കും പറഞ്ഞാൽ മലയാറ്റൂർ പോകുന്ന വഴി തോമസ് ലീഹ അവിടെ വിശ്രമിക്കുകയാണ് ചെയ്തിരുന്നത്. ആ വിശ്രമിച്ച ഗുഹയാണ് അവിടെ കാണുന്നത്. അത് ഈ നല്ല തെന്നലുകളൊന്നും ഞാൻ കാണിക്കാത്തത്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാൽപ്പാദവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ശംഖുണ്ട്, അതായത് രാജമുദ്രയാണ് ശംഖ് പറയുന്നത്. ആ ശംഖിൻ്റെ അതും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു പുരാതനം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാറ്റൂർ പള്ളിയുടെ ആ ഒരു പ്രതീതി തന്നെയാണ് ഇവിടെയും കാണുന്നത്. പിന്നെ ഈ ഭാഗത്ത് അവിടേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ എയർപോർട്ട് കാണാം, അതുപോലെ തന്നെ നമ്മുടെ നെടുമ്പാശ്ശേരി ആ ഭാഗങ്ങളൊക്കെയാണ് കൂടുതൽ ആ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന വഴിയാണ് ഞാൻ പറഞ്ഞ കുരിശുമല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി തന്നെ കുത്തനെ ഉള്ളത്. മലയാറ്റൂരിൻ്റെ അത്ര ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നമുക്ക് കയറാം, ആ രീതിയിലാണ്. എല്ലാം കൊണ്ടും എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ നോമ്പ് ദിവസങ്ങളിലും അതുപോലെ തന്നെ പ്രത്യേകതരം ദിവസങ്ങളിലും ഇവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠിച്ചു പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തോമസ് ലീഹ മലയാറ്റൂർക്ക് പോകുന്ന വഴി വിശ്രമിച്ച ഇടം കൂടിയാണ് നമ്മുടെ ഈ തട്ടുപാറ. പിന്നെ അദ്ദേഹത്തിനെ ആക്രമിക്കുമെന്ന ആൾക്കാരിൽ നിന്ന് രക്ഷ നേടിയൊരു ഇടം കൂടിയാണ്, കാരണം ആ ഒരു ഗുഹയിൽ നിന്നാണ് അദ്ദേഹം മറ്റുള്ള ശത്രുക്കളിൽ നിന്നും അദ്ദേഹം രക്ഷ നേടിയത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു എന്താ പറയുക, നമുക്കൊരു പുണ്യപുരാതനമായൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ തട്ടുപാറ. പക്ഷേ ആളുകൾ എത്തിപ്പെട്ടിട്ടില്ല, പയ്യെ വരുന്നുള്ളൂ. പക്ഷെ എന്നാലും ആ എത്തിപ്പെടാത്ത കൊണ്ടുള്ള ഒരു അതിമനോഹരമായ ഒരു എന്താ പറയുക, നമുക്ക് കാണാനായിട്ടും അല്ലെങ്കിൽ പള്ളിക്ക് ഒരു നാശനഷ്ടമൊന്നും ബുദ്ധിമുട്ടും അങ്ങനെ ഉണ്ടായിട്ടില്ല, കാരണം നല്ല രീതിയിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ
ആ ഒരു ഹിസ്റ്ററിക്കൽ അല്ലെങ്കിൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നല്ലവണ്ണം അറിയുന്നവർക്ക് അറിയാം ഈ പള്ളിയുടെ മഹത്വമായ ഒരു കാര്യങ്ങൾ. എല്ലാം കൊണ്ടും ഇപ്പോൾ മലയാറ്റൂർ പോകുന്ന എല്ലാ വ്യക്തികളും ഇപ്പോൾ തട്ടുപാറ അറിയുന്നവരെ എല്ലാം ഇവിടെ കയറിയിട്ട് ശേഷമേ അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ടും പുണ്യപുരാതനമായ ഒരു ഇടം കൂടിയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം വരാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ടൂറല്ല, നമുക്ക് ഇതൊരു പുണ്യസ്ഥലം കൂടിയാണ്. അപ്പോൾ കാഴ്ചകൾ കാണാം, എല്ലാം ഇത് ചെയ്യാം, പക്ഷെ അതിൻ്റേതായ ഒരു മഹത്വം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു പള്ളിയുടെ പോകുന്ന വഴിയും കാര്യങ്ങളും താഴെ ഒന്നുകൂടി ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, എല്ലാവരും അത് നോക്കുക. ഓക്കെ, പിന്നെ മാക്സിമം നമ്മൾ പ്ലാസ്റ്റിക് കാര്യങ്ങളും കൊണ്ടുവരാതെ നോക്കുക, കാരണം നമ്മളാണ് സംരക്ഷിക്കേണ്ടതെല്ലാം. അപ്പോൾ ഈ ഒരു പുണ്യസ്ഥലം നമ്മൾ തന്നെ നീറ്റാക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരും എന്താ പറയുക, എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ. ബൈ.